വെൽക്കം ടു എക്സ്പെർട്ട് മോട്ടോഴ്സിന്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ കാർ പ്രേമികളുടെ നെഞ്ചിൽ എന്നും ഒരു പ്രത്യേക സ്ഥാനമുള്ള വണ്ടിയാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ്. മാരുതി സുസുക്കി സ്വിഫ്റ്റ് സ്പോർട്ടി ലുക്കും മികച്ച പെർഫോമൻസും റീസെയിൽ വാല്യൂവും ഒക്കെ കൊണ്ട് മലയാളികൾക്ക് ഈ കാറിനോട് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയുണ്ട്. നമുക്ക് സ്വിഫ്റ്റിന്റെ ആ കൗതുകമുണർത്തുന്ന ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. സ്വിഫ്റ്റിന്റെ തുടക്കം. ദി ഓറിജിൻ കാണുന്ന സ്വിഫ്റ്റ് യഥാർത്ഥത്തിൽ ജനിക്കുന്നത് ജപ്പാനിലാണ്. 2002 പാരീസ് മോട്ടോർ ഷോയിലാണ് സുസുക്കി ഇതിന്റെ ആദ്യത്തെ കൺസെപ്റ്റ് മോഡൽ കോൺസെപ്റ്റ് എസ് അവതരിപ്പിച്ചത്. യൂറോപ്യൻ കാറുകളുടെ ഡിസൈൻ ശൈലിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് അവർ ഈ വാഹനം രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യയിലേക്കുള്ള വരവ് 2005. ഇന്ത്യൻ വാഹന വിപണിയുടെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് 2005 മെയ് മാസത്തിലാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റിനെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. അന്നുവരെ ഇന്ത്യക്കാർ കണ്ടിരുന്ന സാധാരണ ഫാമിലി കാറുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു സ്വിഫ്റ്റിന്റെ ലുക്ക്. ആദ്യ എഞ്ചിൻ 1.3 ലിറ്റർ പെട്രോൾ എഞ്ചിനിലാണ് ഇത് ആദ്യം വന്നത്. വിപ്ലവം സൃഷ്ടിച്ച ഡീസൽ. പിന്നീട് 2007 വന്ന ഫിയറ്റിന്റെ 1.3 ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ ഫിയറ്റ് മൾട്ടിജെറ്റ് ഡീസൽ സ്വിഫ്റ്റിനെ ഇന്ത്യൻ വിപണിയിലെ രാജാവാക്കി മാറ്റി. ഇന്ത്യയുടെ നാഷണൽ എഞ്ചിൻ എന്നാണ് പിന്നീട് ഇത് അറിയപ്പെട്ടത്. സ്വിഫ്റ്റ് ഹിറ്റാകാൻ കാരണം ഡിസൈൻ. ഹെഡ്ലാമ്പുകളും മനോഹരമായ കർവുകളും നൽകിയ ആ സ്പോർട്ടി ലുക്ക് യുവാക്കളെ പെട്ടെന്ന് ആകർഷിച്ചു. ഡ്രൈവിംഗ് ഫീൽ. വളവുകളിൽ പോലും മികച്ച കൺട്രോൾ തരുന്ന ഫൺ ടു ഡ്രൈവ് സ്വഭാവമായിരുന്നു സ്വിഫ്റ്റിന്. മോഡിഫിക്കേഷൻ. കേരളത്തിലെ കാർ പ്രേമികൾക്ക് സ്വിഫ്റ്റ് പ്രിയങ്കരമാകാൻ പ്രധാന കാരണം ഇത് മോഡിഫൈ ചെയ്യാനുള്ള എളുപ്പമാണ്. അലോയ് വീലുകളും ബോഡി കിറ്റുകളും വെച്ച് സ്വിഫ്റ്റിനെ മാറ്റിയെടുക്കാത്ത ഒരു മലയാളി റൈഡറും കാണില്ല. തലമുറകൾ മാറിയ കഥ. ജനറേഷൻസ്. ഒന്നാം തലമുറ 2005 മുതൽ 2011 വരെ സ്വിഫ്റ്റ് എന്ന ബ്രാൻഡിനെ ഇന്ത്യയിൽ ഉറപ്പിച്ചു. രണ്ടാം തലമുറ 2011 മുതൽ 2018 വരെ കൂടുതൽ സ്പേസും പ്രീമിയം ലുക്കുമായി എത്തി. മൂന്നാം തലമുറ 2018 മുതൽ 2024 വരെ ഹാർടെക്ട് പ്ലാറ്റ്ഫോമിൽ ഭാരം കുറഞ്ഞതും കൂടുതൽ ഫീച്ചറുകളുള്ളതുമായി മാറി. നാലാം തലമുറ ഏറ്റവും പുതിയത്, കൂടുതൽ സുരക്ഷാ ഫീച്ചറുകളും പുത്തൻ സെഡ് സീരീസ് 3 സിലിണ്ടർ എഞ്ചിനുമായി ഈ അടുത്ത കാലത്താണ് പുതിയ മോഡൽ വിപണിയിലെത്തിയത്. ഇന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറുകളുടെ ലിസ്റ്റിൽ മുൻപന്തിയിൽ തന്നെയാണ് സ്വിഫ്റ്റിന്റെ സ്ഥാനം. എക്സ്പെർട്ട് മോട്ടോഴ്സിൽ അടുത്തതായി ഏത് കാറിന് സ്വിഫ്റ്റിന്റെ വിശേഷങ്ങളാണോ അതോ മറ്റേതെങ്കിലും വണ്ടിയുടേതാണോ?